ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം കേട്ടോ, ഇങ്ങോട്ടാകും വേറെ എങ്ങോട്ടല്ല, അമ്പലത്തിലേക്ക് കേട്ടോ. എന്നൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. വേറെ ഒന്നല്ല, ഇന്ന് ഞങ്ങളുടെ വിവാഹ വാർഷികം കൂടിയാണ്. 12 കൊല്ലമായി ഏട്ടൻ എന്നെയും ഏട്ടനും ഞാനും സഹിക്കാൻ തുടങ്ങിയിട്ട്. അപ്പം ഞങ്ങൾ തിങ്കളാഴ്ചയല്ലേ ഇന്ന്, അപ്പോൾ കുട്ടികൾക്ക് സ്കൂളുണ്ട്, പിന്നെ ഏട്ടന് വർക്കുണ്ട്, എനിക്ക് ക്ലാസ് ഉണ്ട്, എല്ലാം കൂടി തിരക്കാണ്. എന്നാലും അമ്പലത്തിലേക്കൊന്ന് പോയി. പട്ടാമ്പിയുള്ള ഗുരുവായൂർ അമ്പലത്തിലേക്കാട്ടോ ഞങ്ങൾ പോയത്. അവിടെ ഞങ്ങളിതാ ചുറ്റും പ്രദക്ഷിണമൊക്കെ വെച്ച് തൊഴുത് പ്രാർത്ഥിച്ച് ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ അധികം ഒന്നും തിരക്കൊന്നുമില്ല കേട്ടോ. ഒന്നിപ്പോൾ തിങ്കളാഴ്ച ആയ കാരണം കൊണ്ട് അധികം തിരക്കൊന്നുമില്ല. നല്ല നേരം വൈകിട്ടാണ് ഞങ്ങൾ അമ്പലത്തിലെത്തി. അതുകൊണ്ട് തന്നെ നല്ല വെയിലും ഉണ്ടായിരുന്നേ. ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് എന്താവും ആവശ്യം ഉണ്ടാവുക? വേറൊന്നുമല്ല, നമ്മുടെ മസാല ദോശ. അത് നിർബന്ധമാണത്. അപ്പം ഇന്ന് എന്നെ രാവിലെ ബാക്കി പണികളൊക്കെ കഴിച്ചു. രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കണ്ടെന്ന് ഏട്ടൻ പറഞ്ഞു. നമുക്ക് പുറത്തുനിന്ന് കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ പുറത്തുനിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ വീട്ടിൽ വന്ന് കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോയി. ഏട്ടൻ വർക്കിന് പോയി, ഞാൻ ക്ലാസ്സിന് വേണ്ടി നിൽക്കുകയാണ്. വണ്ടി കിട്ടാതെയാണ് നിന്ന്. അങ്ങനെ ഒടുവിൽ ഒരു വണ്ടി കിട്ടി ഗൈസ്. പിന്നെ ക്ലാസ്സിലേക്ക് ഇത്തിരി മധുരം മേടിക്കണം എന്നുണ്ട്. അപ്പം മധുരം മേടിച്ച് ഞാനിതാ ക്ലാസ്സിലെത്തി ഗൈസ്. അപ്പോൾ എല്ലാവരും കേക്കാണ് കേട്ടോ പ്രതീക്ഷിച്ചിരുന്നത്. അപ്പോൾ അവരുടെ പ്രതീക്ഷകൾക്കൊക്കെ മങ്ങലേൽപ്പിച്ചുകൊണ്ട് ഞാൻ ലഡുവാണ് കൊടുത്തത് ഗൈസ്. പിന്നെ ഇതിൽ കുറച്ച് ആൾക്കാർ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ വന്നവരുടെ സ്നേഹപ്രകടനമാണിത്. ഇനിയിപ്പോൾ അധിക ദിവസമില്ല, കുറച്ച് ദിവസം കൂടി ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ കട്ടയ്ക്ക് നിൽക്കണ ചങ്ക്സുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ, നിങ്ങൾക്ക് ഇങ്ങനത്തെ ചങ്ക്സുകളുണ്ടെങ്കിൽ. അപ്പോൾ ഞാനിത് എല്ലാവർക്കും എൻ്റെ ഹൃദയം കൊണ്ടുള്ള മധുരം ഞാൻ ഇവർക്കൊക്കെ കൊടുക്കുകയാണ്. പിന്നെ 3 മാസത്തെ കോഴ്സായിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. അപ്പോൾ 3 മാസം കഴിഞ്ഞതേ ഞങ്ങൾ അറിഞ്ഞില്ല. അപ്പോൾ അത്രയ്ക്കും ഇനിയിപ്പോൾ പിരിയാനായി തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടത്തിൽ ഞാനും ഷബനാത്തും ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഇനി എവിടെ വെച്ച് കാണുമോ എന്നൊക്കെ പറഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ മിനി വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ കമൻറ്റ് ചെയ്യണേ.